ഹലോ, കുക്കിംഗ് ബൈ അഞ്ജന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കപ്പ ബിരിയാണിയാണ്. അതിനായിട്ട് 1/2 കിലോ ബീഫും 1/2 കിലോ എല്ലുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതും 1 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണേ. കുക്കറൊന്ന് അടച്ച് അടുപ്പത്ത് വെച്ച് ഒരു 7-8 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുന്ന സമയത്ത് 1/4 കപ്പ് തേങ്ങയും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടായി വന്ന തേങ്ങയിലേക്ക് ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ 1 കിലോ പച്ചക്കപ്പയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വെന്ത് വന്ന കപ്പ വെള്ളമൊക്കെ ഊറ്റി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മുടെ ബീഫ് ഇപ്പോൾ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഈ കൂട്ട് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട്. 1 സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ.